ഭാര്യ മുമ്പിലുണ്ട്, ആരും അറിയില്ല അവളുമായി ബന്ധപ്പെട്ട. പണ്ടത്തെ പോലെ എന്താ അഹമ്മദാക്കാരൻ്റെ അവിടുന്ന് പുക പൊന്തുന്നു, റമദാൻ മാസമായിട്ട് പുകയൊന്നും പൊന്തൂലപ്പോ, പുക പൊന്താത്ത യാതി അടുപ്പുകൾ നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ അള്ളാഹു അറിയും, അവൻ കാണും എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ നോമ്പെടുക്കുന്നത്, ആരെയും ബോധിപ്പിക്കാനല്ല. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ നോമ്പെടുക്കുമ്പോൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നീ മൂക്കിൽ വെള്ളം കയറ്റുന്നത് നല്ലോണം വെള്ളം കയറ്റണം നോമ്പുകാരനാകുമ്പോൾ ഒഴികെ. നോമ്പുകാരനാകുമ്പോ അങ്ങ് വലിച്ചു കയറ്റിയാ വായിലേക്ക് അങ്ങ് എത്തും, അത് ഹൽക്കലേക്ക് അങ്ങ് എത്തും, വയറ്റിലേക്ക് എത്തും. അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റിച്ചാൽ ഓരോ നോമ്പിലുള്ളതാണ്. പക്ഷെ നോമ്പുകാരനാണെന്ന വിചാരത്തിൽ കുറച്ച് കയറ്റിയിട്ട് വേഗം ചീറ്റിക്കളയണം. അപ്പൊ കുളിക്കുമ്പോഴും പൊതു ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലയിൽ എണ്ണ തേക്കാൻ പാടില്ലെന്നോ സുണയിടാൻ പാടില്ലെന്നോ നബി പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾ താബികളൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. കണ്ടോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഒരു തുണി നനച്ച് ദേഹത്തിട്ടിരുന്നു. എങ്ങനെയുണ്ട്? തുണി നനച്ച ദേഹത്തിന് എന്തിനാ? ചൂടിൽ നിന്ന് ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസുബ്ബുൽ മാഅ അലാ റഅസിഹി വഹുവ സായിമുൻ മിനൽ അത്ശി ഔ മിനൽ ഹരി. ഇമാം അബൂ ദാവൂദിന്റെ റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു, ദാഹത്താലോ ചൂടിനാലോ. അപ്പൊ കഠിന ദാഹം ഉണ്ടാകും നോമ്പിന്, കഠിനമായ ചൂടാണ്. അപ്പൊ തലയിൽ വെള്ളം ഒഴിച്ചാൽ ഒരാശ്വാസം കിട്ടും. വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങനെ കുടിക്കാനല്ല, ചില ആൾ അങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ആയാൽ പോയില്ലേ നോമ്പ്. അങ്ങനെ കുടിക്കണം എന്ന് ആരും ഇവിടെ പറയുന്നുണ്ടോ? പക്ഷെ എന്നാലും തലക്ക് ഒരു വെള്ളം ഒഴിച്ചാൽ ഒരാശ്വാസം കിട്ടും. പണ്ടത്തെ കാലത്ത് നോമ്പുകാരൻ ഒരാശ്വാസവും കിട്ടാൻ പാടില്ല എന്നാ. നോമ്പുകാരൻ ഇങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കണം എന്നാ. കുളിക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, പല്ലിയേക്കാൻ പാടില്ല, പേസ്റ്റ് പീക്കാൻ പാടില്ല, സോപ്പ് പാടില്ല, ഒന്നും പാടില്ല പാടില്ല പാടില്ല. ഇയാൾ ഇങ്ങനെ വെറുങ്ങലിച്ച് വായും മണത്ത് മുടിയും ചടകുത്തി ഇങ്ങനെ നടക്കണം എന്നാ. അപ്പോഴേ മിടുക്കുള്ള നോമ്പാവുള്ളൂ എന്നാണ് നമ്മളെ പഴമക്കാര് പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാ? ഹദീസിന്റെ അടിസ്ഥാനത്തില് അത് മനസ്സിലാക്കാത്തോണ്ടാ. ലാ ബഅസ ബിൽ മദ്മദത്തി വത്തബറുദി ലിസ്സായിമെന്ന് ഹസൻ റളിയല്ലാഹു പറഞ്ഞതായി ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് നോമ്പുകാരന് വായ കൊപ്പിളിക്കുന്നത് കൊണ്ടോ വെള്ളമൊഴിച്ച് ശരീരം തണുപ്പിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അനസ് റളിയല്ലാഹു പറയുന്ന അദ്ദേഹത്തിന് വലിയൊരു ചെമ്പുണ്ടായിരുന്നു, ഒരു ടബ്. ഇപ്പൊ നമ്മളെ ചില കുളിമുറിയിലൊക്കെ കണ്ടു വലിയൊരു ടബ്. എന്തിനാ അത്? അതങ്ങ് അടച്ചു വെച്ചാൽ വെള്ളം നിറച്ചാൽ കിടന്നാൽ നല്ല സുഖ. ആർക്കും ഇപ്പൊ ഇന്നും നേരമില്ലാത്തോണ്ടാ. ടബ് അവിടെ ഉണ്ടാക്കി വെക്കും, ദിവസത്തിൽ ഒരിക്കൽ പോലെ കിടന്നിട്ടുണ്ടാവില്ല. ഒന്നാമത് അതിനകത്തും വെള്ളം കിട്ടൂല. ഈ വെള്ളം ഉള്ളടത്ത് തന്നെ ആകുമ്പോൾ കിടക്കാനായിരിക്കും നേരമല്ല. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ അനുസരണം ചെയ്യാറുണ്ടായിരുന്ന വലിയൊരു ജലസംഭരണി ഉണ്ടായിരുന്ന എനിക്ക്, ഞാൻ അതിൽ ഇറങ്ങിയിരിക്കും നോമ്പ് കാലത്ത്. കണ്ടോ, നമ്മളാളുകളോ വെള്ളത്തിലിരുന്നാ മേലോട്ട് വെള്ളം കയറുമ്പോട്ട് നോമ്പ് മുറിയും എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, വലം യറ അനസ് വൽ ഹസൻ ഇബ്രാഹിം ബിൽ ഖുഹ്ലി ലിസായിമി ബഅസാ. കണ്ടോ, നോമ്പുകാരന് സുറുമ ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഇബ്രാഹിം നഖയും അസംബസരിയും അനസ്ലാനൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അസറുകൾ ഈ വിഷയത്തിൽ നമുക്കുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലെ ഷാഫി മദ്ഹബുകാർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താകുന്നു. മിസ്വാക്ക് ചെയ്യാൻ പാടില്ല ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷമുള്ള നല്ലോണം മണം വരിക. അപ്പൊ പിന്നെ തീരെ എന്ത് ചെയ്യാൻ പാടില്ല? പല്ല് തേക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? അവര് തെറ്റിദ്ധരിച്ചത് അവരെ ഹദീസിനെ. ഷാഫി പണ്ഡിതന്മാര് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ ദിഹിൽ മിസ്കി. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നോമ്പുകാരന്റെ വായുടെ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വിശിഷ്ടമാണ്. അപ്പൊ കസ്തൂരി അവിടെ നിൽക്കട്ടെ, അത് കഴുകി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഷാഫിയോട് പറഞ്ഞ് നോമ്പുകാരൻ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ലോഹർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പല്ലേക്കാൻ പാടില്ല, അങ്ങനെ മണത്തിട്ട് വരണം. അപ്പൊ വായിലൊക്കെ വെള്ളം പെട്ടെന്ന് തുപ്പിക്കളയണം, മണറ്റ് പോയിപ്പോയാലോ. എന്താ ഇത്? ഏത് ഇസ്ലാമാ ഇതൊക്കെ? ഇതൊക്കെ മദ്ഹബിന്റെ കാലകീലകൾ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുക. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടിക്കലാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുളുവിന്റെ കൂടെയും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തൊരു തഖ്വ നമുക്ക് വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വുളുവിന്റെ കൂടെയും മിസ്വാക്ക് ചെയ്യണം എന്നാ പറയുന്നത്. നോമ്പുകാരനെന്നോ ഉച്ചയ്ക്ക് ശേഷമെന്നോ ഉച്ചക്ക് മുമ്പെന്നോ അല്ലാത്തവരെന്നോ ഒരു വ്യത്യാസവും അതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഭക്ഷണം കഴിക്കാതെ കുറെ നേരം വായുടെ ഗന്ധം മാറും. അത് കഴുകി വൃത്തിയാക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും. ഉള്ളി തിന്നവൻ പള്ളിയിൽ വരരുതെന്ന് റസൂലുള്ള പറഞ്ഞു, അല്ലേ? ഫലാ യഖ്റുബന്ന മുസല്ലാന, അവൻ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് വരരുത്. എന്താ? സുജൂദിൽ അവന്റെ ഉള്ളിയുടെ മണം നമ്മുടെ മൂക്കിൽ ഇങ്ങനെ അടിച്ചു കയറും.
അതിനേക്കാൾ എത്രയോ ദുർഗന്ധമായിരിക്കും വായ നാറ്റം എന്ന് പറയുന്നത്. അപ്പോ വായ നാറാൻ പാടില്ല. നോമ്പ് കാലത്ത് പല്ല് തേച്ചിട്ട് വായ നാറ്റം ഒഴിവാക്കണം. കാരണം ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് നാട്ടുകാരെടുത്ത് വിശിഷ്ടാണെന്നല്ല, അത്യബ് ഇൻദല്ലാഹി യൗമൽ ഖിയാമ. അത് വിട്ടുപോയി ഇവര്. നസായിന്റെ റിവായത്തിൽ അങ്ങനെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഈ വായയുടെ ഗന്ധം വളരെ വിശിഷ്ടമാണ് എന്ന് പറഞ്ഞ അള്ളാഹ് ഇബാദത്ത് എടുത്തോണ്ടാണല്ലോ ഈ വായയുടെ ഗന്ധം ഉണ്ടായത്. അതുകൊണ്ട് അത് അള്ളാഹ്ക്ക് വെറുപ്പല്ല, അള്ളാഹു അതിന് കൂലി കൊടുക്കും. അങ്ങനെയാണ് മുഹദ്ദിസീങ്ങളൊക്കെ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അൽ മുറാദു അന്നല്ലാഹു യജ്സിഹി ഫിൽ ആഖിറ ഫതകൂനു നഖതുഹു അത്യബ മിൻ റീഹിൽ മിസ്കി. ആഖിറത്തിൽ അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കും. അപ്പോൾ അവന്റെ വായയുടെ നാറ്റം കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ വിശിഷ്ടമായിരിക്കും. കമാ യഅതിൽ മക്ലൂം വരീഹു ജുർഹിഹി തഫൂഹു മിസ്കാ. ഏതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്രണപ്പെട്ടവൻ, പരിക്കു പറ്റിയവൻ, അവന് മുറി ബാധിച്ചു, എന്നിട്ട് ആ മുറിന്ന് ചെലവും ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. പക്ഷേ അത് ആർക്ക് അള്ളാഹ്ക്ക് വെറുപ്പില്ല. ആ ചെലത്തിന്റെയും ചോരയുടെയും മണം. നാളെ പരലോകത്തവൻ വരുന്നത് അവന്റെ ആ വ്രണത്തിൽ നിന്നൊലിക്കുന്ന ആ വ്രണത്തിൽ നിന്നുള്ള ചലം, ചോര, അത് കസ്തൂരിയേക്കാൾ വിശിഷ്ടമായ ഗന്ധമാണല്ലോ അടിച്ചു വീശുക. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ വ്രണപ്പെട്ടവന് അവന്റെ വ്രണത്തിൽ നിന്ന് ചെലവും ചോരയും ദുർഗന്ധമൊക്കെ വന്നാൽ അത് കഴുകിക്കളയണ്ട, ഡെറ്റോൾ ഉപയോഗിച്ച് വൃത്തിയാക്കണ്ടെന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല, അത് അള്ളാഹ്ക്ക് വെറുപ്പില്ല. അത് പരലോകത്ത് കസ്തൂരിയെ പോലെ കണക്കാക്കി അള്ളാഹുവിന് പ്രതിഫലം കൊടുക്കുന്നു. അപ്പൊ ഒരിക്കലും നോമ്പുകാരന് പല്ല് തേക്കാതിരിക്കാൻ ഈ ഹദീസ് തെളിവല്ല. അങ്ങനെയാണെങ്കിൽ വളച്ചുകെട്ടില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അത് അങ്ങോട്ട് പറയും, അനഫ്സഹുൽ അറബ് ബൈദ അന്നി മിൻ ഖുറൈശ്. ഞാൻ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തമായി പ്രസ്പഷ്ടമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അതിന് പുറമെ ഞാൻ ഖുറൈശിയുമാണ്. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കില് പിടികിട്ടാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. വ്യക്തമായി പറയും നോമ്പുകാരന് പല്ലിയേക്കാൻ പാടില്ല. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട അർത്ഥം ആവശ്യം ഒരിക്കലും തന്നെ നമുക്കില്ല. അതുപോലെ ഛർദിച്ചാ നോമ്പ് മുറിയോ? ഇല്ല എന്നാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഛർദി അയാളുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ലല്ലോ. ഛർദിക്കണ്ട് വിചാരിച്ചല്ലോ തന്നോട് വന്ന് ഞാൻ എന്താ ചെയ്യാ? ശരിയാണ്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ വായിൽ കൈയിട്ട് ഛർദിച്ചാലോ? അത് റസൂല് പറഞ്ഞു, മൻദറഅഹുൽ ഖയ്ഉ ഫലൈസ അലൈഹി ഖളാഉൻ. ഒരാളെ ഛർദി കീഴ്പ്പെടുത്തി കളഞ്ഞാൽ അയാൾ ഖളാ വിട്ടേണ്ടതില്ല. എന്നാൽ ഒമനിസ്തഖാ, ആരെങ്കിലും കരുതിക്കൂട്ടി നോമ്പ് കാലത്ത് ഛർദി ഉണ്ടാക്കിയാൽ അവൻ നോറ്റ് വീട്ടണം. അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ മറന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ല, സാധാരണ എണീറ്റാ ഉടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ, അത്തായം കഴിഞ്ഞ് കിടന്നിട്ട് 7 മണിക്ക് അലാറം വെച്ച് എണീറ്റിട്ട് നല്ലോണം എടുത്താൽ കുടിച്ചു. അല്ലോ, ഞാൻ നോമ്പുകാരനാണല്ലോ, പിന്നെ ഓർമ്മ വന്ന് എന്താ ബായി കണ്ടിട്ട് ഛർദിക്കണോ? പിന്നെ വേണ്ട, മറന്നുകൊണ്ട് ഓർമ്മ വന്ന അപ്പം നിർത്തണം. ഒരാളെങ്ങനെ കുടിക്കുന്നുണ്ട പഹയം കുടിച്ചോട്ടെ വിചാരിക്കല്ല, എടാ നോമ്പ് 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 എന്ന് പറഞ്ഞത് തടയണം നമ്മൾ. കണ്ടോ? കാരണം നബി പറയാണ്, ആരെങ്കിലും മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, അവൻ അവന്റെ നോമ്പ് പൂർത്തിയായിക്കൊള്ളട്ടെ, മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ. അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും അള്ളാഹുവാണ് എന്ന് പറഞ്ഞ വെള്ളം കണ്ടാ കുടിക്കാനും ഭക്ഷണം കണ്ടാ തിന്നാനുള്ള ശീലം പ്രകൃതി അവന് നൽകിയത് അള്ളാഹുവാണ് എന്നാണ് അതിന്റെ അർത്ഥം. മാത്രല്ല, അബദ്ധവശാൽ സംഭവിക്കുന്നത്, കരുതിക്കൂട്ടിയല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതും മറവിയിൽ നിന്നും അള്ളാഹു അതിന്റെ കുറ്റത്തിന് അള്ളാഹു തന്റെ അടിമകൾ ഒഴിവാക്കിയിട്ടുണ്ട് തന്റെ ഉമ്മത്തിൽ നിന്ന്. വമസ്തുക്രിഹു അലൈഹി, റസൂൽ പറയാണ്, എന്റെ ഉമ്മത്ത് നിർബന്ധിക്കപ്പെട്ട് ഒരാൾ ഒരു കാര്യത്തിൽ നിർബന്ധിക്കപ്പെട്ടാൽ അതിന്റെ പേരിലും കുറ്റല്ല. ഒരാള് പിടിക്കലാവോനെ, ഓൻ വലിയ നോമ്പ് വരാം, 2 കൈ നീ പിടിച്ചോ, ബായി ഞാനും പൊളത്താ, തിരികെ ഒരു പഴം അങ്ങനെ പിടിച്ച് മൂക്ക് പിടിക്കുക, അങ്ങനെ ഇറങ്ങട്ടെ, ഈ ഒന്ന് നോറ്റാ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളങ്ങ് ചെയ്തു എന്ന് വിചാരിക്കുക, നോമ്പ് മുറിയോ? മുറിയില്ല. അങ്ങനെ ഒരാൾ നിർബന്ധിച്ച് നമുക്ക് ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് നമ്മളെ വായിലേക്ക് വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. അപ്പൊ നോമ്പ് എന്തുകൊണ്ടൊക്കെ മുറിയുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ രാത്രി കാലത്ത് പോലും ഭാര്യാഭർത്തൃ ബന്ധം ശരിയല്ല, അത്ര ഗുണമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാലും അതൊക്കെ ചെയ്യും. എന്നിട്ടൊരു മനസ്താപ, നോമ്പ് കാലത്ത് ഇപ്പൊ ഇത് ചെയ്തുവല്ലോ, ഒരു മനസ്താപം വേണ്ട. അങ്ങനെ ചില മനസ്താപമൊക്കെ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുണ്ടായിരുന്നു. ഖുർആൻ അതങ്ങ് തിരുത്തി, ഉഹില്ലലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും, നിങ്ങൾക്ക് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളെ ഭാര്യമാരുമായുള്ള വേഴ്ച അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്ര തുല്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയണ്ടായി. ഇനി അങ്ങനെ അനുവദനീയമാണെന്ന് മനസ്സിലാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാപത്തുണ്ടായാലോ ഭയങ്കര ടെൻഷനാ. കാരണം എന്താ, സുബൈ ബാങ്കിന് മുമ്പ് കുളിച്ചോണം, എന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഉണരന്നെ സുബൈയായോ എന്താ ബാങ്കിന് മുമ്പ് കുളിച്ചിട്ട് നോമ്പ് ഫസാദായി പോന്ന്. ഒരു പേടിയും പേടിക്കണ്ടോ? നോമ്പ് ജനാപത്തുകാരനായിരിക്കാൻ ഈ നോമ്പിന് തീരുമാനം എടുത്തോ, അത്താഴത്തിന് എണീറ്റു ഭക്ഷണം കഴിച്ചു, അപ്പോഴൊക്കെ നിനക്ക് ജനാപത്തുണ്ട്. പക്ഷെ സുബഹി ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണതിന് മുമ്പ് കുളിച്ചാൽ മതി. ബാങ്ക് കൊടുക്കണതിന് മുമ്പ് കുളിക്കണം എന്ന് ഒരൊറ്റ ഹദീസിലുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
ചില പണ്ഡിതന്മാര് ഇത്തരം തെറ്റിദ്ധാരണകളെയൊക്കെ ആളുകൾക്കിടയിൽ നിലനിർത്തുക ചെയ്യണം.